ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിഹാരമാണ്. എല്ലാവരും പരാതിപ്പെടുന്ന ഒരു കാര്യം, സ്വാമിനെ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി. എന്നോട് നിങ്ങൾക്ക് സംവാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വോയിസ് ആക്കിയിടും. കാരണം ഞാൻ ഏറെക്കുറെ പൂജാ സംവിധാനത്തിലായിരിക്കും മിക്കവാറും. അപ്പം എന്തായാലും ആ വോയിസ് കേട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. എല്ലാവരും ആവശ്യപ്പെടുന്ന കടം വീടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട്. ഒരു പരിധിവരെ സർപ്പശാപങ്ങളാണ് നമ്മുടെ പൂർവികർ നശിപ്പിച്ചു കളഞ്ഞ കാവുകളുടെ ദോഷമാണ്. തീർച്ചയായും പറയാം കടങ്ങൾക്ക് കാരണം. അതിന് പരിഹാരം എന്ന രീതിയിൽ മുൻ എപ്പിസോഡിൽ ഞാൻ പറയേണ്ടായി. അപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകണം. എൻ്റെ എല്ലാ എപ്പിസോഡും ഓരോ കണക്ഷനാണ്. അല്ലാതെ പിതൃക്കൾക്കുള്ളൊരു ബലി കഴിഞ്ഞു അത് വേറെ സെക്ഷൻ, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ജീവിതചര്യയാണ് ആയുർവേദം പോലെ തന്നെ നമ്മുടെ ജീവിതവും ഒരു സിസ്റ്റമാറ്റിക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിലേക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം വരും. തീർച്ചയായും നമ്മുടെ കടങ്ങൾ വീടുന്നതിനുള്ള സോഴ്സൊക്കെ വരും. ഇന്ന് പറയുന്നിരിക്കുന്ന ഈ സർപ്പദോഷത്തിൻ്റെ പരിഹാരം പോലെ തന്നെയാണ് ഗുരുശാപം. ഈ ഭൂമിയിൽ ഏറ്റവും നിർമ്മലമായ ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം. അത് കഴിഞ്ഞിട്ടേ മറ്റ് ബന്ധങ്ങൾ തന്നെയുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ വാങ്ങാൻ പാടില്ലാത്ത ഒരു ശാപമാണ് ഗുരുശാപം. അത് കഴിഞ്ഞിട്ട് സ്ത്രീ ശാപങ്ങളും മറ്റുള്ള ശാപങ്ങളും. ഗുരുവാണ് ഈശ്വരൻ. ഗുരുവിനെ നിങ്ങൾ ആചരിക്കൂ, ഗുരുവിനെ നിങ്ങൾ പൂജിക്കൂ. അല്ലാണ്ട് ഈശ്വരനെ നിങ്ങൾ പൂജിക്കണമെന്നില്ല. നിങ്ങളുടെ അച്ഛൻ അമ്മയും നിങ്ങളെ സദാ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അതിന് വേണ്ടുന്നത് ആ പിതൃക്കളുടെ കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. 18 സിദ്ധന്മാരെ പൂജിക്കുക, ശങ്കരാചാര്യരെ പൂജിക്കുക, നമുക്ക് വിദ്യ പറഞ്ഞു തന്ന ഗുരുവിനെ സദാ സ്മരിക്കുക. നിങ്ങൾ തോറ്റുപോകില്ല. അങ്ങനെയുള്ള ഗുരുശാപങ്ങളുണ്ടെങ്കിലും നമ്മൾക്ക് ധനം വന്നു ചേരില്ല. അതിന് പരിഹാരം എന്നൊരു ചെറിയൊരു ക്രിയയാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം, ചൊവ്വാഴ്ച ഗുരുവായൂർ ഏകാദശിയാണ്. ഏകാദശി ദിവസം തലേ ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ട് നോയമ്പെടുക്കണം. ഏകാദശി ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ നോമ്പെടുക്കണം. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെയൊക്കെ ഒരു വിചാരം ഒരു പ്രാവശ്യം കഴിക്കാമെന്നാണ്. അങ്ങനെയല്ല, ഒരിക്കൽ പോലും കഴിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഒരു പ്രാവശ്യം കഴിക്കാൻ നമുക്ക് തീരെ പറ്റുന്നില്ല, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, ഒരിക്കലെടുക്കാം. അല്ലെങ്കിൽ അന്നേ ദിവസം ഒരു നേരം ഫ്രൂട്ട്സുകളായാലും കുഴപ്പമില്ല, വെള്ളം കുടിക്കുക, പഴങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ആ ഏകാദശി നൊയമ്പ് നമ്മളെടുത്ത് ദ്വാദശി ദിവസം, ആ ദ്വാദശി ദിവസം ഗുരുവിന്, അതായത് ആചാര്യന് നമ്മൾ ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്.
ദ്വാദശിപ്പണം കൊടുക്കുക എന്നാണ് പറയുക. അത് എല്ലാ ക്ഷേത്രത്തിലും ഏകാശി എടുക്കുന്ന ക്ഷേത്രങ്ങളിലുണ്ടാവും. വിശേഷാൽ ഗുരുവായൂർ പ്രധാനമാണ്. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സാ വാച കർമ്മണ, അതായത് മനസ്സുകൊണ്ടും വാക്കുകളെ കൊണ്ടും ഒരാളെയും ഉപദ്രവിക്കാത്തവൻ എന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് കാണുന്ന ബ്രാഹ്മണ്യ ശിഷ്ടല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അതാണ് ബ്രാഹ്മണൻ. അത് എല്ലാ ജാതിയിലും ഉണ്ടാവാം. അതൊരവസ്ഥയാണ്. അത് നിങ്ങൾ പ്രാപിക്കുക. നിങ്ങളും ആചാര്യന്മാരായി തീരണം. ഓരോരുത്തരും ആചാര്യന് തുല്യമായി ജീവിക്കണം. അതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യത്തിലേക്ക് കടക്കാം. ദ്വാദശി ദിവസം നമ്മുടെ ഇഹജന്മ മുൻജന്മ ജന്മജന്മാന്തരമായിട്ടുള്ള ഗുരുശാപങ്ങൾ തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാദശിപ്പണം സമർപ്പിക്കണം. അത് പണ്ട് കാലത്തൊക്കെ പശുദാനം ചെയ്യാന്ന് പറയുക. ഗുരുവിന് പശുദാനം കൊടുക്കുക. പശുവിനെ കാമധേനുവിനെ പോലും നമ്മൾ ദാനം ചെയ്യാമെന്നാണ് അത് സങ്കല്പം. ഇന്ന് കാലത്ത് പ്രായോഗികപരമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുന്ന തത്വഗുണം തന്നെ കിട്ടുന്ന ഒരു ക്രിയ. അധികാലത്ത് എഴുന്നേറ്റ് കുളികുറി ജപാദികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ദ്വാദശിപ്പണം കൊടുക്കാൻ പോകുന്നതിന് തലേ ദിവസം ഒരു വസ്ത്രം വാങ്ങണം. അത് ഡബിൾ മുണ്ട് തന്നെ ആവണം. നല്ല വിലയേറെ തന്നെ ആവണം. ചിലർ പറയാൻ കാരണം ഒരു വിളക്ക് സമർപ്പിക്കാം കാര്യം നടന്നാൽ ഒരു കുഞ്ഞിയ വിളക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ വിളക്ക് കൊടുത്തു തന്നെ, പക്ഷെ അത് ആ ദേവനെ കളിയാക്കുന്ന പോലെയാണ്. അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ദേവൻ്റെ ഇഷ്ടങ്ങൾ അവിടെ വെച്ച് മുറിഞ്ഞു പോകും. എന്ന പോലെ നമ്മൾ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെയാണ് ദേവന്മാരും. എല്ലാ ദേവനും രൂപം മനുഷ്യരൂപ. അത് മനുഷ്യനെ നന്മയിലേക്ക് നടത്താൻ വേണ്ടി മനുഷ്യരൂപം കൊടുത്ത് രൂപമുള്ള അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ച് 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 രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രാപിക്കലാണ് ഹിന്ദുധർമ്മം, മോക്ഷം എന്ന് പറയാം. എല്ലാത്തിലും ഈശ്വരന് തുല്യമായി എല്ലാവരിലും ഒരുപോലെ കാണാൻ പറ്റും. ഇപ്പോൾ ദ്വാദശിപ്പണം എന്നാണോ കൊടുക്കാൻ ഉദ്ദേശിക്കണേൻ്റെ തലേ ദിവസമോ 2 ദിവസം മുൻപോ വാങ്ങിക്കണം. ഡബിൾ മുണ്ട്, നല്ല മുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് നല്ല വിലയേറെ വാങ്ങിച്ചു കൊടുക്കും. എന്ന പോലെ നമ്മൾ ഗുരുവിന് എപ്പോഴും കൊടുത്ത് ഇഷ്ടം വാങ്ങണം എന്ന് പറയാം. ഗുരുവിന് പൈസ കൊടുക്കാൻ ചിലവർക്ക് മടിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ കൊടുക്കണ്ടല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കും. അതൊന്നും നമ്മൾ അറിയണ്ട. ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഗുരുപാദ പൂജ സേവ ചെയ്യണം. അപ്പം ആ ഗുരുവിന് നമ്മൾ ഇഹജന്മ മുൻജന്മ ജന്മജന്മാന്തര ഗുരുശാപങ്ങൾ തീരണമെങ്കിൽ, ആ ഗുരു നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിയണം. അദ്ദേഹത്തിൻ്റെ ഊർജമാണ് അന്ന് ആ ദേവന് സമർപ്പിക്കുന്നത്. അതാണ് സ്പ്രെഡ് ചെയ്ത് മറ്റുള്ള ഭക്തർക്ക് ഭഗവാൻ കൊടുക്കുന്നത്. കാര്യത്തിലേക്ക് കടക്കാം. ഒരു ഡബിൾ വസ്ത്രം, മുണ്ട്, വെള്ളമുണ്ട് വാങ്ങിച്ച്, അത് കോടി കളറായാലും കൊള്ളാം, വെള്ള കളറായാലും കുഴപ്പമില്ല. ഏതായാലും നല്ല ആര് കണ്ടാലും ആഹാ എന്ന് പറയുന്ന ആ വസ്ത്രം അത് അദ്ദേഹം ഉടുക്കണം. അതിനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ സാധാ ഒരു മുണ്ട് മേടിച്ച് ചിലപ്പോൾ അദ്ദേഹം ഉടുത്തു എന്ന് വരില്ല. അദ്ദേഹം ഉടുക്കണം. അതിനെന്ത് വേണം? നല്ല വസ്ത്രം നോക്കി വാങ്ങിച്ച് അതിൽ 3 കോയിൻ വെക്കണം. 3 ഒറ്റ രൂപ കോയിൻ വെക്കണം. പശുവിൻ്റെ
തുല്യമായിട്ടുള്ള ക്രിയയാണ് ഞാൻ പറയുന്നത്. പശുദാനം ചെയ്യുന്നതിന് തുല്യം. കോടി ദുരിതങ്ങൾ തീർന്ന്, കോടി ശാപങ്ങൾ തീർന്ന്, കോടാനുകോടി അനുഗ്രഹം വരുന്ന ഒരു ക്രിയയാണ് ഞാൻ പറയുന്നത്. 3 ഒറ്റ കോയിൻ 3 പശുക്കളുടെ മുലയാണെന്ന സങ്കല്പത്തിലാണ് അത് ചെയ്തിരുന്നത്. താന്ത്രിക കർമ്മമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. എനിക്കൊരു എപ്പിസോഡ് ഉണ്ടാവാൻ വേണ്ടിയല്ല ഞാൻ പറയണ. താന്ത്രിക കാല് കഴിച്ചൂട്ട് കഴിഞ്ഞ് പശുദാനം കൊടുക്കുന്ന അതേ ക്രിയയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് കേൾക്കാനും ഒരു യോഗം ഉണ്ടാവണം, നിങ്ങൾക്ക് ചെയ്യാനും ഒരു യോഗം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ധർമ്മം ഞാൻ പറയുന്നു, എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ ഡബിൾ വസ്ത്രത്തിൽ 3 കോയിൻ വെച്ച് ഒരു ദക്ഷിണ അതിനോടൊപ്പം വെക്കണം. അതായത് പിശുക്കി വെച്ചിട്ടല്ല ദക്ഷിണ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരുവിൻ്റെ മനസ്സ് തെളിയണം. അത് കാണുമ്പോൾ അത് വച്ച് കൊടുക്കുക. അപ്പം അദ്ദേഹം 2 കൈയും നീട്ടി നിങ്ങളെ അനുഗ്രഹിക്കും. ആ ഒരൊറ്റ അനുഗ്രഹം മതി മക്കളെ. അടുത്ത ഏകാദശി ആവുമ്പോഴേക്കും നിങ്ങളുടെ കടം വീടിയിരിക്കും, അതിനുള്ള വഴികൾ വന്നിരിക്കും. അപ്പോൾ മാത്രം നിങ്ങൾ എൻ്റെ ഈ വാക്ക് ഓർത്താൽ മതി. പൂർണ്ണമായിട്ടും ജന്മജന്മാന്തര ശാപങ്ങൾ തീരുന്ന ഈ ക്രിയ ഇപ്പോൾ നിങ്ങൾക്കൊരു സുഹൃതം വന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ഏകാദശി വരുന്നത്. തയ്യാറായിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തയ്യാറാവുക. ഇന്നു മുതൽ ആചാര്യൻ തുല്യനായി ജീവിച്ച് ആ ദ്വാദശി പണം സമർപ്പണം ചെയ്യുക. ഗുരുവായൂർ തന്നെ വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാത് നാടുകളിൽ പോയി വിഷ്ണു ക്ഷേത്രത്തിൽ ആ ക്രിയ ചെയ്യുക. കാല് കഴിച്ചൂട്ട് തുല്യമായ കാമധേനു ദാനത്തിന് തുല്യമായ ക്രിയയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതി വച്ചിട്ടുള്ള താന്ത്രിക കർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയണേ. എൻ്റെ അച്ഛനാണ്, ഗുരുവിനാണ് സത്യം. നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കും. എല്ലാവരുടെയും മനസ്സിലെ എൻ്റെ ഈ വാക്കുകൾ കയറണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പരദേവതയായിരിക്കുന്ന മഹാകുടുംബദ്രകാളി അമ്മയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.